മഴവില്ല് മനോഹരമായിട്ടുള്ള പ്രതിഭാസമാണ്. മഴ പെയ്യുമ്പോഴാണ് മഴവില്ല് വരുന്നത്. 7 വ്യത്യസ്ത നിറങ്ങളാണ് മഴവില്ലിനുള്ളതെന്നാണ് പറയുന്നത്. മഴവില്ലിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ ലോകത്തിലുണ്ട്. പല മതഗ്രന്ഥങ്ങൾ അതിനെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. ഈ ലോകത്തിൽ പണ്ട് ഉണ്ടായിട്ടുള്ള ജലപ്രളയം, വലിയൊരു പ്രളയം ലോകത്തിൽ വന്നിരുന്നു. ആ ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും അത് പ്രതിപാദിക്കുന്നുണ്ട്. ആ ജലപ്രളയം കാരണം ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നശിച്ചുപോയി, മനുഷ്യർ നശിച്ചുപോയി. ഭൂമി മുഴുവനും വെള്ളത്തിൽ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ്, ആ വെള്ളം ഇറങ്ങിയതിന് ശേഷം വീണ്ടും മാനവനാഗരികത തഴച്ചു വളരാനായിട്ട് തുടങ്ങിയത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഈ മഴവില്ല് ഭൂമിയെ ദൈവം ഒരിക്കലും ഇനി വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ലോകത്തിൽ വന്നിട്ടുള്ളത്. ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചോദിക്കാം, ഭൂമിയിൽ ഒരുപാട് വെള്ളപ്പൊക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്, വെള്ളക്കെട്ടുണ്ട്, പ്രളയങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഭൂമി മുഴുവനായിട്ടും, ലോകത്തിലെ 5 വൻകരകളിൽ മുഴുവനായിട്ടും വെള്ളപ്പൊക്കം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇന്നും മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. കാരണം പണ്ടുണ്ടായിരുന്ന ജലപ്രളയം ഭൂമിയെ മുഴുവനും കാർന്നു നിന്ന ഒരു വെള്ളപ്പൊക്കമായിരുന്നു. ദൈവം അതോർത്ത് ഒരുപാട് ദുഃഖിച്ചു. ശരിക്കും പറഞ്ഞാൽ ദൈവം ലോകത്തെ ന്യായവിധിച്ചതാണെന്നാണ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനിയൊരിക്കലും അതുപോലെ ഒരു പ്രകൃതിക്ഷോഭം അയക്കില്ല എന്നുള്ളതിൻ്റെ മാനവനാഗരികതയിലുള്ള ദൈവത്തിൻ്റെ ഒരു എഗ്രിമെൻ്റാണ് മഴവില്ല് എന്നാണ് പറയുന്നത്.